ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കണ്ണപുരം ചുണ്ടയിൽ നിർമ്മിക്കുന്ന ഫ്ളാറ്റ് സമുച്ചയത്തിന് നിർമ്മാണ പ്രവൃത്തി എങ്ങും എത്തിയില്ല. നിർമ്മാണം ആരംഭിച്ച് 4 വർഷം കഴിഞ്ഞിട്ടും ഇത് പൂർത്തിയായില്ല. കരാറുകാരന്റെ അനാസ്ഥയാണ് നിർമ്മാണ പ്രവൃത്തി വൈകാൻ കാരണമെന്നാണ് കണ്ണപുരം പഞ്ചായത്തിന്റെ വിശദീകരണം. താമസിക്കാൻ സുരക്ഷിതമായ വീടില്ലാത്ത 32ഓളം കുടുംബങ്ങൾക്കായി കണ്ണപുരം ചുണ്ടയിൽ നിർമ്മിക്കുന്ന ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ നിർമ്മാണമാണ് മന്ദഗതിയിലായത്. നിർമ്മാണ സാമഗ്രികളും മറ്റും മഴയിലും വെയിലിലും കിടന്ന തുരുമ്പെടുത്ത് നശിക്കുകയാണ്. ഒപ്പം പ്രദേശം കാടുപിടിച്ച് കിടക്കുന്നു. കണ്ണപുരം പഞ്ചായത്ത് വിട്ടു നൽകിയ സ്ഥലത്താണ് ഫ്ളാറ്റ് നിർമ്മിക്കുന്നത്. 1ാം പിണറായി സർക്കാരിന്റെ കാലത്താണ് ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇവിടെ ഫ്ളാറ്റ് നിർമ്മാണം ആരംഭിച്ചത്. എന്നാൽ ഇന്ന് 32 കുടുംബങ്ങളുടെ സ്വപ്നങ്ങൾ ഇവിടെ തുരുമ്പെടുക്കുകയാണ്. തലചായ്ക്കാൻ ഇടം തേടി 100 കണക്കിന് ആളുകൾ കാത്തിരിക്കുമ്പോഴാണ് അനാസ്ഥയുടെയും കെടുകാര്യസ്ഥതയുടെയും പ്രതീകമായി ഈ പദ്ധതി മാറിയിരിക്കുന്നത്. നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ച് വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ഇനിയും പ്രവൃത്തി പൂർത്തിയായില്ലെന്ന് ജനങ്ങളും പറയുന്നു. എന്നാൽ കരാറുകാരന്റെ അനാസ്ഥയാണ് നിർമ്മാണം വൈകാൻ കാരണമെന്നാണ് കണ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് കെ രതി പറയുന്നത്. 4 വർഷത്തിലേക്ക് നമ്മുടെ ഭരണസമിതി കടക്കുമ്പോഴും 32ഓളം കുടുംബങ്ങൾക്ക്, അതായത് വീടോ നമുക്ക് സ്ഥലങ്ങളോ ഇല്ലാത്ത ആൾക്കാർക്ക് ഒരു ഭവനം സ്വപ്ന സാക്ഷാത്കാരം തന്നെയാണ് ഈ ഒരു ലൈഫ് ഫ്ലാറ്റിൻ്റെ നിർമ്മാണത്തിലൂടെ നമ്മൾ ലക്ഷ്യമിട്ടത്. ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ ഇതുവരെ സാധിക്കാത്തത് എന്താണെന്നാൽ ഈ ലൈഫിൻ്റെ ഈ ഫ്ലാറ്റിൻ്റെ കോൺട്രാക്ടർമാരുടെ അനാസ്ഥയാണെന്നാണ് അറിയുവാൻ വേണ്ടി സാധിച്ചത്. സർക്കാരിൻ്റെ ഏറ്റവും മികവുറ്റ ഒരു പദ്ധതിയായിരുന്നു ലൈഫ്. ആ മികവുറ്റ പദ്ധതി മികവുറ്റതാക്കി തീർക്കാൻ പഞ്ചായത്ത് പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. പാതി വഴിയിലായ നിർമ്മാണ പ്രവൃത്തികൾ ബന്ധപ്പെട്ടവർ ഇടപെട്ട് പൂർത്തിയാക്കണമെന്നാണ് പറയാനുള്ളത്. 32 കുടുംബങ്ങളുടെ സ്വപ്നമാണ് എന്റെ ഈ പിറകിൽ കാണുന്നത്. ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കണ്ണപുരം ചുണ്ടയിൽ നിർമ്മിക്കുന്ന ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ നിർമ്മാണ പ്രവൃത്തി പാതി വഴിയിൽ നിൽക്കുകയാണ്. ഇത് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി അർഹതപ്പെട്ടവർക്ക് കൈമാറണമെന്ന് മാത്രമാണ് ഇപ്പോൾ ആവശ്യപ്പെടാനുള്ളത്. നികേഷ് റാവത്തിനോടൊപ്പം ഷാരിമരാജൻ, കണ്ണൂർ വിഷൻ.